ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ HTML പാർട്ട് 4 വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 പാർട്ടിൽ നമ്മൾ HTML ബേസിക്സിനെ പറ്റിയൊക്കെ നമ്മൾ കവർ ചെയ്തു. നമ്മൾ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് 1 ബൈ 1 ആയിട്ട് നമ്മൾ പോവാതെ നമ്മളൊരു പ്രോജക്റ്റ്, ചെറിയൊരു HTML പ്രോജക്റ്റ് നമ്മൾ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ HTML കോഡുകൾ എഴുതി നിങ്ങൾക്ക് കാണിച്ചു തരും. അടുത്ത പാർട്ടിൽ നമ്മൾ CSSനെ പറ്റിയായിരിക്കും പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ CSS ഈ ഒരു പ്രോജക്റ്റ് വഴി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ VS കോഡ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളൊരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനാണ് HTML ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ആ ഒരു ഫോൾഡറാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തത്. നമ്മുടെ VS കോഡിൽ ഫോൾഡർ എംപ്റ്റി ആണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ HTML കോഡ് എഴുതാനായിട്ട് നമുക്ക് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഫയലിൻ്റെ പേര് കൊടുക്കുക. ഞാനിവിടെ index.html എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ബോയിലർ പ്ലേറ്റ് ആഡ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. അതാണ് ഷിഫ്റ്റ് എക്സ്ക്ലമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോയിലർ പ്ലേറ്റ് നമ്മുടെ VS കോഡിൽ ആഡ് ആവുന്നതായിരിക്കും. VS കോഡിൽ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ശേഷം എൻ്റെ കീ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നമ്മുടെ ബോയിലർ പ്ലേറ്റ് വന്നിട്ടുണ്ട് HTMLൻ്റെ. നമുക്ക് HTML ഫോം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ടൈറ്റിൽ കൊടുക്കുകയാണ്. HTML ഫോം എന്ന ടൈറ്റിൽ കൊടുത്തു. നമുക്ക് ബോഡിയിൽ നമുക്ക് HTML ഫോം എഴുതാവുന്നതാണ്. ആദ്യം ഞാൻ കണ്ടെയ്നർ എന്ന് പറയുന്നൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഫോം എന്ന് പറയുന്ന HTML ടാഗ് എഴുതുകയാണ്. തൽക്കാലത്തേക്ക് ആക്ഷൻ ഞാൻ ഹാഷ് കൊടുക്കുകയാണ്, കാരണം നമ്മളിവിടെ HTML ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഇനി ഫോമിനകത്ത് ഞാനൊരു H3 ടാഗ് കൊടുക്കുകയാണ് ഒരു ടൈറ്റിലിന് വേണ്ടി. ഞാൻ അതിനെ രജിസ്ട്രേഷൻ ഫോം എന്ന് വിളിച്ചു. ഇനി ഞാൻ ഈ ഒരു ഫോമിനകത്ത് ഞാനൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഫോം കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. അതായത് ഫോം കൺട്രോൾ എന്നുള്ള ഒരു ക്ലാസ് വെച്ചുള്ള ഒരു ഡിവിഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ പഠിച്ച പോലെ ഇൻപുട്ട് ടാഗാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇൻപുട്ട് ഓഫ് ടെക്സ്റ്റ് ആണ് വേണ്ടുന്നത്. നെയിമും ഐഡിയും ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, പകരം ഞാൻ പ്ലേസ് ഹോൾഡർ കൊടുക്കുകയാണ്. പ്ലേസ് ഹോൾഡർ എൻ്റർ യുവർ നെയിം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഫോം കൺട്രോളിനകത്ത് ലേബലും കൂടെ കൊടുക്കുകയാണ്. എൻ്റർ യുവർ നെയിം. ഓക്കെ, ഇത്രയും കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പ്രിവ്യൂ ലഭിക്കാനായിട്ട് ഞാൻ ഓൾറെഡി ലൈവ് പ്രിവ്യൂ എന്നൊരു എക്സ്റ്റൻഷൻ ഞാൻ എൻ്റെ വിഷ്വൽ സ്റ്റുഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈവ് പ്രിവ്യൂ ഓപ്പണായി വരുന്നതായിരിക്കും. അതായത് നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത് എന്താണോ അത് നമുക്കൊരു ബ്രൗസറിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ടാണിത്. ഇനി ഞാൻ ഈ ഒരു ഫോം കൺട്രോളിൻ്റെ 5-6 കോപ്പി എടുക്കുകയാണ്, കുറച്ച് അധികം ഫീൽഡ്സ് കിട്ടാനായിട്ട്. സെക്കൻഡ് വൺ, എൻ്റർ യുവർ ഇമെയിൽ. അതിൽ നമ്മൾ പ്ലേസ് ഹോൾഡറും ഇമെയിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടുന്നത് എൻ്റർ യുവർ ഫോൺ നമ്പർ. എൻ്റർ യുവർ ഫോൺ നമ്പർ. അതിൽ പ്ലേസ് ഹോൾഡറിലും എൻ്റർ യുവർ ഫോൺ നമ്പർ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അവസാനം എൻ്റർ യുവർ പാസ്വേഡ്. അതിൽ നെയിം മാറ്റിയിട്ട് പ്ലേസ് ഹോൾഡറിലെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ടൈപ്പ് ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ടൈപ്പ്
പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുക. അവസാനത്തെ പ്ലേസ് ഹോൾഡർ, അതായത് അവസാനത്തത് നമ്മൾ ഈ പറഞ്ഞ ലേബൽ മാറ്റിയിട്ട്, നെയിം എന്നുള്ള ലേബൽ മാറ്റിയിട്ട് കൺഫേം പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുക. കൺഫേം പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുക. കൺഫേം പാസ്വേഡ്. അതുപോലെ തന്നെ പ്ലേസ് ഹോൾഡറിൽ എൻ്റർ പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഇമെയിലിൻ്റെ ടെക്സ്റ്റ് മാറ്റിയിട്ട് നമുക്കതിന് ഇമെയിൽ എന്ന ടൈപ്പ് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് വേണ്ടുന്ന ഒരു രജിസ്ട്രേഷൻ ഫോമിന് വേണ്ടുന്ന ഇൻപുട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്ക് വേണ്ടുന്ന ഒരു ബട്ടനാണ്, ഒരു ആക്ഷന് വേണ്ടി. അപ്പോൾ ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡിവിഷൻ്റെ പുറത്ത് ഞാൻ വരുന്നു. ശേഷം ഞാൻ ബട്ടൺ ടാഗ് ക്രിയേറ്റ് ചെയ്യാണ്. ബട്ടൺ വിത്ത് നെയിം ഓഫ് സബ്മിറ്റ്. ഓക്കെ, അപ്പോൾ HTML നമ്മൾ എഴുതുമ്പോൾ ഇതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, വിച്ച് ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റൈൽ ചെയ്യാനായിട്ട് നമ്മൾ CSS ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും, എങ്ങനെയാണ് ഈ ഒരു നോർമൽ രജിസ്ട്രേഷൻ ഫോമിനെ നമ്മൾ CSS ഉപയോഗിച്ച് അടിപൊളി ലുക്കിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫോളോ ചെയ്ത് നിങ്ങൾ ആദ്യത്തെ ഒരു HTML ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതൊരു ഫോം രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ CSS കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.